ഇന്ന് ലോകമെമ്പാടും 35,000-ഓളം സ്റ്റോറുകളുള്ള സ്റ്റാർബക്സ് ഇപ്പോഴും ഉണ്ടാവാൻ കാരണം അതിന്റെ ഫൗണ്ടർ ആയിരുന്ന ഹവാർഡ് ഷെഡ്സിനെ അന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു വ്യക്തി സഹായിച്ചുകൊണ്ട് മാത്രമാണ്. കോഫി ബീൻസ് വിറ്റിരുന്ന റീറ്റെയിൽ സ്ഥാപനമായ സ്റ്റാർബക്സിന്റെ ഗതി തന്നെ മാറുന്നത് ഹവാർഡ് ഷെഡ്സ് കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തതിനു ശേഷമാണ്. ഒരു ഇറ്റലി യാത്രയിൽ അവിടുത്തെ കോഫി ഷോപ്പുകളിലെ കസ്റ്റമേഴ്സും സ്റ്റാഫുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ട ഹവാർഡ് വളരെയധികം ഇംപ്രസ്ഡ് ആവാണ്. ഒരു കോഫി വിൽക്കുന്നതിനേക്കാൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം എന്ന് തീരുമാനിച്ച ഹവാർഡ് തിരികെ എത്തി സ്റ്റാർബക്സ് ഫൗണ്ടേഴ്സിനോട് ഈ കോഫി ബീൻസ് സെല്ലിങ്ങിനോടൊപ്പം തന്നെ റിയൽ കോഫിയും സെർവ് ചെയ്യണമെന്ന് പറയാണ്. എന്നാൽ ഈ ഐഡിയ അവർ നിരസിക്കുകയാണ്. പിന്നീട് 1985 ഹവാർഡ് സ്റ്റാർബക്സിൽ നിന്ന് വിരമിക്കുകയാണ്. പക്ഷേ വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ. സ്റ്റാർബക്സിന്റെ ഓണർ ജെറി ബാൾവിന് ഒരു വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് വരികയാണ്. ഇദ്ദേഹം തന്റെ സ്റ്റാർബക്സ് ഷോപ്പുകൾ ഹവാർഡിന് വിൽക്കാൻ തയ്യാറാവുകയും ചെയ്തു. പക്ഷേ അവരതിന് ഇട്ട വില $3.8 മില്യൺ ആയിരുന്നു. അത്രയും വലിയ തുകയൊന്നും എടുക്കാനില്ലാതിരുന്ന ഹവാർഡ് ഇൻവെസ്റ്റേഴ്സിന് തടിപ്പോയി. എന്നാൽ ഹവാർഡിനോട് താല്പര്യം പ്രകടിപ്പിച്ച ഒരു ഇൻവെസ്റ്റർ ആകട്ടെ ഹവാർഡിനെ കബളിപ്പിച്ചുകൊണ്ട് ഈ സ്റ്റാർബക്സ് ഷെയറുകൾ മൊത്തം സ്വയം വാങ്ങാൻ ശ്രമിക്കുകയാണ്. ഈ സംഭവം ഹവാർഡിനെ വലിയ രീതിയിൽ തളർത്താണ്. ആരാണ് തന്നെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുന്നത്? അത്ഭുതങ്ങൾ സംഭവിക്കുമല്ലോ. തന്റെ ഒരു വക്കീൽ സുഹൃത്തിന്റെ സഹായത്തോടു കൂടി നഗരത്തിലെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാനെ മീറ്റ് ചെയ്യുന്നു ഹവാർഡ്. ഹവാർഡിന്റെ കഷ്ടതകൾ മനസ്സിലാക്കിയ ബിസിനസ്മാൻ ബാക്കി വേണ്ട മില്യൺസ് ഓഫ് ഡോളേഴ്സ് സഹായം നൽകി സ്റ്റാർബക്സ് ഹവാർഡിനെ സ്വന്തമാക്കി കൊടുത്തു. ഹവാർഡിനെ സഹായിച്ച ആ ബിസിനസ്മാൻ ആയിരുന്നു ബിൽഗേറ്റ്സ് സീനിയർ. അന്ന് ചെറിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയിരുന്ന ജൂനിയർ ബിൽഗേറ്റ്സ് തന്റെ അച്ഛൻ സ്റ്റാർബക്സിന് നൽകിയ ഈ വലിയ സഹായത്തിന്റെ കഥയെക്കുറിച്ച് കേൾക്കുന്നത് കുറേയധികം വർഷങ്ങൾക്ക് ശേഷമാണ്. ജൂനിയർ ബിൽഗേറ്റ്സിന്റെ അന്നത്തെ ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണെന്ന് ഊഹിക്കാലോ.